മഞ്ഞുമൽ ബോയ്സ്. കണ്ടിട്ട് കുറച്ച് ദിവസമായി, റിവ്യൂ ചെയ്യാൻ നേരം വൈകി, ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ക്ഷമ ചോദിക്കാണ്. അപ്പൊ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ഹൈപ്പാണ് പടത്തിന്. അത്ര ഹൈപ്പിനുള്ള പടമില്ലേ, പക്ഷെ നല്ല പടമാണ്. ഇപ്പൊ കുറെ പേര് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും ഇപ്പൊ അറിയാം പടം ഏത് ഒരു ഇതിലാണ് പോണത്, എന്താണ് കഥ എന്നൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ത്രെഡ് ഒന്നും പറയുന്നില്ല. പടത്തിനെ കുറിച്ച് കണ്ടിട്ട് എനിക്ക് തോന്നിയ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പടം നല്ലൊരു പടമാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം കുറച്ച് നല്ല സിനിമകൾ ഈ അടുത്തിടെ ഇറങ്ങി, അതിന്റെ കൂട്ടത്തിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ഇതൊന്നും ഒരിക്കലും മലയാള സിനിമയുടെ സീനൊന്നും മാറ്റില്ല. പിന്നെന്ന് പറയുമ്പോ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതില് കാസ്റ്റിനെ കുറിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം കാസ്റ്റ്. ഈ കാസ്റ്റ് കണ്ടിട്ട് എല്ലാവരും ഈ പടം ഒരു സെലിബ്രേഷൻ മൂഡ് പടമാണ്, നല്ല കോമഡി ഉള്ള പടമാണെന്ന് വിചാരിച്ചിട്ട് അവൻ ചിലപ്പോൾ പോയി കാണും തിയേറ്ററിൽ. പക്ഷെ ഇത് മെയിനായിട്ട് കഥയ്ക്ക് ആസ്പദമാക്കിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അധികം സെലിബ്രേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അധികം കോമഡി ഒന്നും അല്ല ഇതിൽ മെയിനായിട്ട്. കഥയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഭാഗം മാത്രമാണ് കോമഡി പഠിച്ചുപൊളി മാത്രമുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി, പിന്നെ കുറച്ച് സീരിയസും, പിന്നെ ക്ലൈമാക്സ് മൊത്തം സീരിയസ് ആണ് പടം എന്ന് പറയുമ്പോൾ. ഒരു തരത്തിലുള്ള തമാശകളോ ഒന്നും തന്നെ ഈ പടത്തിലില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയുണ്ട്. സുഷിൻ ശ്യാം നന്നായി ചെയ്തിട്ടുണ്ട്. അവന്റെ ഏറ്റവും സിമ്പിൾ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മാണ്ട വർക്കൊന്നല്ല അവന്റെ, പക്ഷെ നാച്ചുറൽ കുറച്ച് സൗണ്ടുകൾ അവൻ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് VFX ആണ്. VFX അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബോറിലെത്ത രീതിയിൽ നമുക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ VFX ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട രണ്ടാൾക്കാർ, ഒന്ന് സൗബിനും പിന്നെ ഒന്ന് ശ്രീനാഥ് ബാസി. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ശ്രീനാഥ് ബാസിയുടെ അഭിനയമാണ്. ശ്രീനാഥ് ബാസി പൊരിച്ചിട്ടുണ്ട്. സൗബിൻ നന്നായിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ശ്രീനാഥ് ബാസിനെയാണ്. ഈ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി കൂടെ നിൽക്കുന്ന എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ കഥ രണ്ടുപേരിനെ ഫോക്കസ് ആക്കിയിട്ട് പോകുന്നതാണ് ക്ലൈമാക്സിനോട് ചെല്ലുമ്പോ. പിന്നെ പറയുമ്പോൾ നമ്മുടെ ലാലിന്റെ മൊഞ്ചീൻ, അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവന്റെ കോമഡിയാണ് കൂടുതൽ വർക്കൗട്ട് ആയിട്ട് തോന്നിയത്. പിന്നെ നമ്മുടെ സലീം കുമാറിന്റെ മോൻ കുഴപ്പമില്ല, ആദ്യത്തെ പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയൊക്കെ നമ്മള് ഏതൊക്കെയോ സലീം കുമാറിന്റെ ശൈലികൾ കിട്ടും, അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു ചിരിയൊക്കെ വരും അവിടുന്ന് വിളിക്കലും. പക്ഷെ ചിരിക്കാനുള്ള ഒരു വക ആള് ചെയ്തിട്ട് ആളെ കാണുമ്പോ തന്നെ നമുക്ക് ചിരി വരും. പിന്നെ എന്ന് പറയുമ്പോ പടം കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടം എടുക്കാനായിട്ട്, മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി മേക്കിംഗ് ആണ് ഈ പടത്തിന്റെ. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി ഭയങ്കരമായ ത്രില്ലടിപ്പിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഡയലോഗുകളും ഇമോഷൻ ആയിട്ടുള്ള സീനുകളൊക്കെ കുത്തി വെച്ചിട്ട് ഭയങ്കര സംഭവമാക്കിയിട്ട് എടുക്കുക ഈ പടം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഡയറക്ടർ ഇങ്ങനെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. നമ്മളെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇതേപോലെ ടൂർ പോയി കഴിഞ്ഞാൽ സാധാരണ എന്താണ് ഉണ്ടാവുക, അതാണ് ഇതിൽ കാണിക്കുന്നുള്ളൂ. ഇതിൽ ഭയങ്കര ഓവർ ആയിട്ടുള്ള സീനുകളൊന്നും തന്നെ ഇല്ല. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു പടമാണ്. നമുക്ക് ഒരു സീൻ പോലും അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു, അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല. കറക്റ്റ് പാക്ക് ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത്. ഓൾറൗണ്ട് നല്ല പടമാണ്. ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, പലർക്കും പല അഭിപ്രായങ്ങളാണ്. പക്ഷെ ഇത് മലയാള സിനിമയുടെ സീനൊന്നും മാറ്റില്ല, അത്ര ഹൈപ്പുള്ള പടല്ലേ. പക്ഷെ ഈ ഹൈപ്പ് വന്നത് നന്നായി, കാരണം എല്ലാവരും പോയി കാണണം ഈ പടം. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ റിവ്യൂ ചെയ്തിട്ടിട്ട് ഇതിനിപ്പോ മോളിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നല്ല പടമാണ്, എല്ലാവരും പോയി കാണണം, മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ കാണാം. കാരണം ഇതിൽ ചെറിയ ചെറിയ സീനുകളൊക്കെ ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ടുകൾ ഇട്ടിട്ടുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അത് എനിക്ക് പറയാനായിട്ട് പറ്റില്ല, കാരണം കണ്ടു കഴിഞ്ഞാൽ ചെറിയ സ്പോയിലർ ആവും നിങ്ങൾക്ക് അത് കേട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ നല്ല അടിപൊളി സീനുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇഷ്ടപ്പെടുന്ന നല്ല സീനുകളുണ്ട്. പിന്നെ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ തിയേറ്ററിൽ നിന്നുള്ള ആൾക്കാരെന്നെ ഇറങ്ങിയിട്ട് സിനിമ കണ്ട് ഇറങ്ങി പോകുമ്പോ അവരെന്നെ സംസാരിച്ചിരുന്ന ചിലർ കണ്ണുപൊത്തിരിക്കുന്നു, ചിലർ അമ്പരന്നിട്ടിരിക്കുന്നു, ചിലർ ടെൻഷൻ അടിച്ചിരിക്കുന്നു. പലർക്കും പല ഫീലാണ് ഈ സിനിമ കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സിനിമ എന്ന് പറയുമ്പോ ഞാന് എനിക്കിത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ഫീലാണ് കിട്ടിയിട്ടുള്ളൂ. അല്ലാണ്ട് കൂടുതലും കുറച്ചുകളൊന്നും എനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടില്ല. ഒരൊറ്റ ഫീലാണ് ഈ പടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇത് ഡ്രാമ മിസ്റ്ററി എന്ന് ശരിക്കും സർവൈവൽ പറയാൻ എങ്ങനെ പറ്റില്ല. ശരിക്കും ഇതിന്റെ ജോണർ ഡ്രാമ മിസ്റ്ററിയില് പെടാണ്. പക്ഷെ നന്നായിണ്ട്, അടിപൊളിയുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് ചിലപ്പോൾ ഇത് വലിയ ഒരു പടമായിരിക്കും. അപ്പൊ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും